ഹലോ, ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു പുതിയൊരു വിഷയമാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവില്ല ഒരു തീപ്പെട്ടി, അതെങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്നുള്ളതാണ്. ഈ വരുന്ന കണ്ടോ, ഈ വരുന്ന ചെറിയ ചെറിയ കൊള്ളികളാണ് തീപ്പെട്ടിയുടെ. ഇതിനകത്തേക്ക് നമുക്ക് മരുന്ന് മുക്കിയിട്ടാണ് നമ്മൾ കത്തിക്കുന്നത്. ഈ വരുന്ന കൊള്ളികൾ ഇങ്ങനെയുള്ള മെഷീൻ ഉപയോഗിച്ചാണ് ഇത്രയും വലിയ മരം ഇത്രയും ചെറിയ കഷ്ണമാക്കുന്നെങ്കിൽ എന്ത് സിമ്പിളാന്ന് നോക്കി, എന്ത് ഭംഗിയാന്ന് നോക്കി അത് കാണാൻ തന്നെ. നിങ്ങളെല്ലാവരും ഇത് കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. കാണാത്തവർക്കായിട്ട് ഫുൾ വീഡിയോ നമ്മുടെ ചാനലിലുണ്ടാവും. നീ വരുന്നുണ്ടോ, ഓരോ കൺവെയർ ബെൽറ്റിനകത്തൂടെ ഇങ്ങനെ കൊള്ളികൾ ഇങ്ങനെ പൊക്കത്തേക്ക് പോയി അത് ഇവിടുന്ന് തരം തിരിച്ച് ചൂടാക്കുന്നൊരു മെഷീനാണ് ഈ കാണുന്നത്. ഇതുവഴി കൊള്ളി ഉണക്കും. ഇതിനകത്ത് തീ കൊണ്ട് കൊള്ളിയിലുള്ള എല്ലാ വെള്ളവും ഇതെല്ലാം ഉണക്കി ഇപ്പുറത്തൊരു കൺവെയർ ബെൽറ്റിൽ കൂടെ വന്ന് നേരെ പാക്ക് ചെയ്ത് നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നു. ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇതിനകത്തേക്ക് എങ്ങനെയാണ് വിറകിടണേന്ന് തന്നെ കാണിച്ചിട്ടാന്ന് പറഞ്ഞു. പുള്ളി ഇതേ വിറകിന് ഇടാനുള്ള വിറകും സാധനങ്ങളൊക്കെ കത്തിക്കാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. പുള്ളി ഇതേ ഇട്ട് നമ്മളെ കാണിച്ചു തരും. പുള്ളി ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു കേട്ടോ. ഇവിടുത്തെ പണിക്കാരനാണ്, ആസാമി എന്ന് തോന്നുന്നു. കണ്ടോ, ഇത്രയും ഹീറ്റ് 116 ഡിഗ്രി സെൽഷ്യസിനകത്താണ് ഇത് ഇതിൻ്റെ ടെമ്പറേച്ചർ വരുന്നത്. അതിനകത്തേക്ക് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇവർ ഇങ്ങനെ വിറകിനകത്തേക്ക് ലോഡ് ചെയ്ത് കൊടുക്കും. ഈ വിറക് വേറെ ഒന്നുമല്ല, ഇവിടെ വരുന്ന വേസ്റ്റും മരത്തിൻ്റെ വേസ്റ്റും മരത്തിൻ്റെ തൊലിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. കണ്ടോ, 116 ഡിഗ്രി സെൽഷ്യസിനകത്താണ് ഹീറ്റായി വരുന്നത്. ആ ഹീറ്റ് എല്ലാം കൺവെയർ ബെൽറ്റ്